ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇത് ആക്ച്വലി ഒരു ഫോൾക്ലോർ മൂവിയാണ്. ലൈക്ക് അനന്തഭദ്രം, തുമ്പാട്ട്, കാന്താര, പിന്നെ കുമാരി, ഇങ്ങനത്തെ ഒരു ബേസിൽ വരുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു മമ്മൂട്ടി താണ്ഡവം ആടുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇതിന്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന മമ്മൂട്ടി തന്നെയാണ്. എൻ്റെ അമ്മോ, സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടിയാണ്. ആ ഓരോ ഫുഡ് സ്റ്റെപ്സിനും മമ്മൂട്ടിയുടെ വിരലുകളും ഈ ജോ ലൈൻസ്, പല്ലുകള്, കണ്ണുകള് എല്ലാം അഭിനയിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു മാസ്മരിക ഒരു അവതാരം തന്നെയാണ് സിനിമയും. നമുക്ക് ഒരു മലയാള ഇൻഡസ്ട്രി കിട്ടിയ ഒരു കിടിലം അവതാരം തന്നെയാണ് ഈ മനുഷ്യൻ. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഈ 3 പേര്, മമ്മൂട്ടി, അർജുൻ അശോക്, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അശോകനും അടിപൊളി. അർജുൻ അശോക് ഒരു രക്ഷയില്ല. പക്ഷേ ഈ റോള് കിട്ടേണ്ട ആസിഫ് അലിക്കായിരുന്നു. പക്ഷെ ആസിഫ് അലിക്ക് ഇത് ഹ്യൂജ് മിസ്സാണ്. എടുത്തു പറയണം, ആസിഫ് അലി യു റിയലി മിസ്ഡ് ഇറ്റ്. അടിപൊളി മിസ്സായിപ്പോയി. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. ഷഹനാദ് ജലാലാണ് ഇതിനകത്ത് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അടിപൊളി ക്യാമറ വർക്ക്, ഒരു രക്ഷയില്ല. ഫ്രെയിമിംഗ് ഒക്കെ ഒരു പക്ക മീൻസ് പക്ക സാധനം. ഫ്രെയിമിംഗ് ഒക്കെ അടിപൊളി ഫ്രെയിം. പിന്നെ രണ്ടാമത് എടുത്ത് പറയേണ്ട കാര്യം, ഇതിന് രണ്ടാമത് നെടുന്തൂണാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് സോങ്സ്. ക്രിസ്റ്റോ എക്സേവിയർ ആണ് ഇതിനകത്ത് മ്യൂസിക്കും BGM സ്കോറും. ഒരു രക്ഷയില്ല മോനെ, എന്തോ സുന്ദരമായ പാട്ടുകളാണ്. ഇത് ആക്ച്വലി 70s കാലഘട്ടത്തിലുള്ള സംഭവമാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ആ പാട്ടുകളും എന്ത് സൂപ്പറാണ്. ആ ചെവിയിൽ കേൾക്കാൻ തന്നെ എന്ത് രസവും ആ പാട്ടുകൾ. അടിപൊളി പാട്ട്. പിന്നെ BGM സ്കോറും എല്ലാം തകർന്ന് ഒരു ഓൾ കോംബോ പാക്കേജ് ആയിരുന്നു പടം ഒരു സ്ലോ പേസ് മൂവിയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, പക്കാ സ്ലോ പേസ് മൂവിയാണ് പടം. അതിൽ മമ്മൂക്ക എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കാതെ, ഒരു ഹൈപ്പ് ഒന്നും കൊടുക്കാതെ ഒരു empty കപ്പായിട്ട് പോയി പടം കാണുക, ഇത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പടം കണ്ടു. ഞാൻ ഒരുപാട് പടം എൻജോയ് ചെയ്തു. 2-2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. സീരിയസ്ലി അടിപൊളി ത്രില്ലിങ് പടം. പക്കാ ത്രില്ലിംഗ് ആണ്. ഒരു ഹൊററിന്റെ ഒരു ബേസും എല്ലാം ഉണ്ട്. എൻ്റെ മമ്മൂട്ടിയുടെ അവസാനത്തെ പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അടിപൊളി. എൻ്റെ അമ്മോ, ഭയങ്കര ഒരു എന്ത് രസമാണ് മമ്മൂട്ടി. എൻ്റെ ഫോർ എക്സാമ്പിൾ ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്പോയിലർ ഒന്നാണെന്ന് ഞാൻ പറയൂല. അതിൽ മമ്മൂട്ടി ഒരു ചിക്കൻ തിന്നുന്ന ഒരു സീനുണ്ട്. എൻ്റെ അമ്മു, എന്ത് സംഭവം ഓടിയത്, ഒരു രക്ഷയില്ല. അങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. പിന്നെ ഇതിനകത്ത് എഡിറ്റിങ്ങിനൊക്കെ എൻ്റെ അമ്മു മെനക്കെട്ട പണിയാണെന്ന് മനസ്സിലായി. എഡിറ്റിങ്, സൗണ്ട് മിക്സിങ് എല്ലാം ക്ലീൻ ആൻഡ് കട്ടായിട്ടുണ്ട്. കാരണം മമ്മൂട്ടി നടന്നു വരുന്ന ഫുഡ് സ്റ്റെപ്പും ഈ നഖം ചുരണ്ടണ എല്ലാം ഉൾപ്പെടെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. BGM സ്കോറും എല്ലാം ചേർന്ന് അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച് ഇൻ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. പറ്റുമെങ്കിൽ അറ്റ്മോസിനെ പോയി കാണാൻ ശ്രമിക്കുക. അത്രയ്ക്കുള്ള എഫക്റ്റ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലാണ് പടത്തിന്റെ. ആദ്യത്തെ 10 മിനിറ്റ് മിസ് ചെയ്യല്. അത് കണ്ടിട്ട് ഇത് പോയാലേ ആ ഒരു ഒഴുക്ക് കിട്ടത്തുള്ളൂ പടത്തിന്. ഫസ്റ്റ് ആരും ലേറ്റ് ആയിട്ട് പോകാൻ നോക്കരുത്. ആദ്യത്തെ 10 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. അത് മിസ് ചെയ്യല്. അടിപൊളിയാണ്. സൂപ്പർ. ഐ റിയലി എൻജോയ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. മമ്മൂട്ടി വീണ്ടും അടുത്ത ഹിറ്റിലേക്ക് പോയി. വേറെ ഒന്നും പറയില്ല. എന്ത് മനുഷ്യനാണ് ഇങ്ങനെ. എന്തായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. OTTക്കൊന്നും വെയിറ്റ് ചെയ്യലും. ജസ്റ്റ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.